1 തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കിഴവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പുതിയ ബ്ലോക്കിൻ്റെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച് 1,25,00,000 രൂപ മുടക്കി നിർമ്മിച്ച പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ MLA മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്യുകയാണ്. മീനച്ചി പഞ്ചായത്ത് പ്രസിഡന്റുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് ഒരുമിച്ച് അവരുടെ കൂടെ ഒരു സാന്നിധ്യത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി കത്ത് മീനച്ചി പഞ്ചായത്ത് പ്രസിഡന്റ് കൈമാറുക ചെയ്തിട്ടുണ്ട്. എങ്കിലും അവരെ ഇത് സംബന്ധിച്ച് ഇതുവരെ വിവരമൊന്നും പറഞ്ഞിട്ടില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ പെരുമാറ്റച്ചട്ടം വരും എന്നുള്ളത് കൊണ്ട് വളരെ അടിയന്തരമായി ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് അത് നടത്താതിരിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ് വളരെ അടിയന്തരമായി ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഈ ഫണ്ട് അനുവദിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി നിരന്തരമായി അതുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിബു ഗോയലിയാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സൂചിപ്പിക്കും. അതിനുവേണ്ടി ഷിബുവിന് ചുമതലപ്പെടുത്തും. മീനച്ചി ഗ്രാമപഞ്ചായത്തിൻ്റെ മീനച്ചി കുടുംബാരോഗ്യ കേന്ദ്രം 2019-20 കാലഘട്ടത്തിലാണ് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മേഴ്സി കുട്ടി കുര്യാക്കോസ്, അന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഞാനുമായിരുന്നു. അന്ന് ബഹുമാന MLA പോയി ഞങ്ങൾ ഈ ആശുപത്രിയുടെ ശോച്യാവസ്ഥ ധരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ആശുപത്രി സന്ദർശിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടു ഈ ആശുപത്രിയുടെ ശോച്യാവസ്ഥ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 95,00,000 രൂപ ആദ്യത്തെ ഘട്ടമായിട്ട് അനുവദിച്ചു. അങ്ങനെ 2019-20 വർഷം ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുകയും രണ്ടാം ഘട്ടം 2023-24 30,00,000 രൂപ കൂടെ അനുവദിച്ച് ഹെൽത്ത് ഉൾപ്പെടെയുള്ള പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പണി പൂർത്തീകരിച്ച് അങ്ങനെയാണ് ഈ അതിൻ്റെ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഈ പണി OP ബ്ലോക്കിൻ്റെ പണി പൂർത്തീകരിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇത് ഉദ്ഘാടനം അടിയന്തരമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പ്രിയങ്കരനായ രാജേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ആശുപത്രിയുടെ കെട്ടിടം പൂർത്തീകരിക്കുന്നതോടുകൂടി ആരോഗ്യരംഗത്ത് മീനച്ചി പഞ്ചായത്ത് സംബന്ധിച്ചും വളരെയധികം നേട്ടമാണ് കൈവരിക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ അധികം ആൾക്കാരാണ് സമീപ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശത്തു നിന്നും ഈ ആശുപത്രികൾ ദിനംപ്രതി 100-150-200 ആൾക്കാർ ദിനംപ്രതി OPയിൽ വന്ന് ഡോക്ടർമാരെ കണ്ട് പോകുന്നു. വളരെ നല്ല സേവനമാണ് നമ്മുടെ ആശുപത്രി ഉള്ളത്. ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പുതിയ ബ്ലോക്കും കൂടെ ഉദ്ഘാടനം ചെയ്തതോടുകൂടി പ്രവർത്തനം ചെയ്തതോടുകൂടി വളരെയധികം ആരോഗ്യരംഗത്ത് വളരെയധികം ഒരു കുതിച്ചുചാട്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കത്ത് കൊടുത്തായിരുന്നു. ഇതുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് നമ്മൾ കത്ത് കൊടുത്തു. പക്ഷേ അവരെ സംബന്ധിച്ച് ഞങ്ങൾ കൂടട്ടെ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞതല്ലാതെ പിന്നീട് വിവരമൊന്നും അറിയിച്ചില്ല. അതുകൊണ്ട് ഏതാണ്ട് ഒരു 4 ദിവസം മുമ്പ് ഞങ്ങളെല്ലാം കൂടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എന്നോട് അവരെ വിളിക്കണമെന്ന് ഇവരെല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ രാജേട്ടാ ഞാൻ 2 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ പറയാം എന്നാണ് പറഞ്ഞത്. എനിക്ക് ഒത്തിരി പരിമിതികളുണ്ട്, ഞാൻ പറയാം എന്നാണ് പുള്ളി എന്നോട് സൂചിപ്പിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒന്നുകൂടെ വിളിച്ചു. കാരണം നമുക്ക് ഒരുമിച്ച് പോകണം എന്നുള്ള വളരെ താല്പര്യമുള്ളത് കൊണ്ട് വീണ്ടും വിളിച്ചു. അപ്പോഴും എന്നോട് പറഞ്ഞു അത് ഇനിയിപ്പം എന്നൊക്കെ പറഞ്ഞ് തീരുമാനമൊന്നും പറഞ്ഞില്ല. അപ്പം അങ്ങനെ നമുക്ക് അനന്തമായി ഇതുപോലെ 1,500 കോടി രൂപ മുടക്കി ഒരു ബ്ലോക്ക് പണിതിട്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്താതെ ചുമ്മാ അങ്ങനെ നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് പേരുടെ ഫണ്ട് അനുവദിപ്പിക്കാനും ഇത് നടത്താനും ഉൾപ്പെടെ ഒരുപാട് പേരുടെ ഒരു ത്യാഗമുള്ളതാണ്. അത് തന്നെയല്ല നമുക്ക് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചു പോയാൽ. അപ്പോൾ അതിന് മുമ്പേ നടത്തുന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ പിന്നെ ഇതേ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് എന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയും ചെയ്തു. ആയിക്കോട്ടെ. കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് സ്ഥിതി. സാധാരണ ഒരു നാട്ടില് ഒരു കുടിവെള്ള പദ്ധതി, ആശുപത്രി, സ്കൂള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാടിൻ്റെ വ്യക്തികളുടെ അല്ല. MLA പിന്നെ മുന്നിട്ട് ഇറങ്ങുന്നു, പക്ഷെ നാട്ടുകാരുടെയാണ്. അപ്പൊ അതുപോലെ തിരിച്ചറിയാൻ പറ്റാത്ത കുറെ ആൾക്കാർ. പ്രസിഡന്റ് പറഞ്ഞ ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമല്ല, അതിനകത്ത് തന്നെയുള്ള വേറെ ചില ആൾക്കാരുടെ കുന്തിരിപ്പാണ്. അപ്പം ഒന്നിച്ചു പോകണം. പിന്നെയാണോ സമയമുണ്ട്. എല്ലാവരെയും വളരെ കാര്യമായിട്ട് രാജേട്ടനെ ഷിബു കൂടി വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും റെഡിയാണ് ഒന്നിച്ചു പോകാനായിട്ട്.
ഈ കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിരുന്നു വികസന കാര്യത്തിൽ രാഷ്ട്രീയ കുത്തിത്തിരിപ്പ് പാടില്ല എന്ന്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും അതുപോലുള്ള ഘടകകക്ഷികളും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടല്ലേ മേലച്ചി പഞ്ചായത്തിൽ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടൊരു ഘടകകക്ഷിയാണ്. അത് മാത്രമല്ല, നാട്ടിലൊരു ഇത്തരത്തിലുള്ള പരിപാടി നടക്കുമ്പം MLA എന്ന് പറയുന്നതിനകത്തൊരു ചെറിയ ആളല്ലല്ലോ, തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ലേ. സ്വാഭാവികമായി MLA ആരെന്നുള്ളതല്ല, MLAയോട് പറയുക എന്നുള്ളൊരു മര്യാദ കാണിക്കണം. കഴിഞ്ഞ ദിവസം തന്നെ പൂവണ്ണി പള്ളിക്കൽ എന്തോ ജിമ്മിൻ്റെ ഏതാണ്ട് ഒരു ഉദ്ഘാടനം നടന്നു, ഓപ്പൺ ജിം. സ്വാഭാവികമായും ബാക്കി ആളുകളെ എല്ലാം വിളിക്കുമ്പോൾ MLAയോട് കൂടെ പറയാനും MLAയ്ക്കും കൂടെ ഒരു പ്രാധാന്യം അതിനകത്ത് കൊടുക്കാനും ഒക്കെ ഉള്ള മര്യാദ കാണിക്കണമല്ലോ. ജനപ്രതിനിധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിച്ചൊക്കെ വേണമല്ലോ പോകാൻ. ആ ഓപ്പൺ ജിമ്മിൻ്റെ ഉദ്ഘാടനം തന്നെ ഒരു സ്വകാര്യ വ്യക്തിക്കെതിരായിട്ട് അവിടെ കൊണ്ടുവന്നതാണെന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നു. അത് ആക്ഷേപമല്ല, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ജിംനേഷ്യമാണ്, ആരോഗ്യ ആൾക്കാരുടെ വർദ്ധിക്കുന്നെങ്കിൽ വർദ്ധിക്കട്ടെ. പക്ഷെ അവിടെ വേണ്ടത് ഞങ്ങളെല്ലാം ഒരുപോലെ യൂണിഫോം ആവശ്യപ്പെട്ടാണ് അവിടെ വേണ്ടത് ഒരു വെയിറ്റ് ഷർട്ടാണ്. ആദ്യം പൊതു ശൗചാലയമായിരുന്നു അവിടെ ഉദ്ദേശിച്ചിരുന്നത്. പൊതു ശൗചാലയം എന്ന് പറഞ്ഞാൽ അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ അവിടെ ചെന്ന് മുൻ മേലച്ചിലിലെ ഒരു ഭരണാധികാരി അവിടെ ചെന്ന് ഈ സ്വകാര്യ വ്യക്തിയോട് ഫണ്ട് ചോദിച്ചു. അയാൾ ഉദ്ദേശിച്ച ഫണ്ട് കൊടുത്തില്ല. നന്നായിരിക്കട്ടെ നിനക്കൊരു പണി എന്നും പറഞ്ഞുകൊണ്ട് ശൗചാലയം കൊണ്ടുവന്നതല്ല, നാട്ടുകാരെ രക്ഷിക്കാനല്ല എന്ന് ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ, കോട്ടയം മീഡിയ അന്വേഷിച്ചപ്പോൾ അത് മനസ്സിലായായിരുന്നു. ശരിക്കും ഒരു വെയിറ്റ് ഷർട്ട് വരികയായിരുന്നെങ്കിൽ പൂർണ്ണപ്പള്ളിയുടെ അവിടെ ബസ് ഇറങ്ങുന്ന ആർക്കും കയറി നിൽക്കാനായിട്ട് ഒരു സ്ഥലം പോലും ഇല്ല. ഒരു വലിയൊരു വെയിറ്റ് ഷർട്ടും അതിനുള്ള സൗകര്യങ്ങളും ബാക്കി പൂന്തോട്ടങ്ങളും എല്ലാം പിടിപ്പിച്ച് ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത്. ചിലരുടെ ചില കാര്യങ്ങളിലുള്ള വാശി അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ആ വളവിന് വളരെ അപകടകരമായ രീതിയിലാണ് അവിടെ തന്നെ റോഡിനോട് വളരെ ചേർന്നാണ് ജിംനേഷ്യം നിലയിൽ വന്നിരിക്കുന്നത്. അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ അത് റിപ്പോർട്ട് നോക്കിയാൽ മനസ്സിലാവും, വളരെ രണ്ട് സൈഡിൽ നിന്നുള്ള റോഡിൻ്റെ കുത്തു വരുന്നുണ്ട്. കറക്റ്റായിട്ടാണ് ആ സംഭവം. ഇത് MLA പല പരിപാടികളും ഒഴിവാക്കുന്നത് MLAയോട് വ്യക്തിപരമായിട്ടുള്ള ഭരണകക്ഷിയുടെ എന്തെങ്കിലും വിരോധം കൊണ്ടാണോ അതോ UDF-നോടുള്ള വിരോധം കൊണ്ടാണെന്നാണോ നമുക്ക് തോന്നുന്നത്? അത് രണ്ടും ഉണ്ടാകും. UDF ശക്തിപ്പെടേണ്ടതെന്ന് കാണും, ഒപ്പം MLA ക്ഷീണം ഉണ്ടാകുന്നത് കാണും. അങ്ങനെ അത് രണ്ടും ഉണ്ടായതിന് പിന്നിൽ എല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് MLA ലെറ്റർ കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് പറയുന്ന മുഖ്യ പ്രഭാഷണവും ഉൾപ്പെടെയുള്ള അവരെല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഔദ്യോഗികമായ ലെറ്റർ കൊടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിച്ചത്. അത് വേണ്ടെന്ന് വിചാരിച്ചാണോ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്ന എത്ര കാലമായി. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇത് ഉദ്ഘാടനം നടക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടാകാൻ കാര്യം ഇടപെട്ടത്. എല്ലായിടത്തും കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ ഫണ്ട് അനുവദിക്കാൻ ആരാണോ അവരുടെ അഭിപ്രായമാണ് തൂക്കം. സ്ഥലം MLA നമ്മൾ നേരത്തെ കാണുന്നതാണ്. സ്ഥലം MLAയുടെ അഭിപ്രായത്തെ മാനിക്കാതെ മുമ്പോട്ട് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ജനാധിപത്യ വിരുദ്ധം. പൊതുവേ ഈ വികസന പ്രവർത്തനങ്ങളോട് ഇടതുപക്ഷത്തിന്റെ ഒരു പൊതു സമീപനം ഉണ്ടല്ലോ. അത് ജനങ്ങൾക്ക് എന്ത് ഗുണം കിട്ടുന്നതിനെ എതിർക്കുക എന്നുള്ളതാണല്ലോ അവരുടെ പൊതു. അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടെ വരുന്നത്. ഇത്രയും നാട്ടിലെ ആളുകൾ 10-200 OP ദിവസേന നടക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും സൗകര്യപ്രദമായിട്ടൊരു കെട്ടിടം പണിത് പൊതുജനങ്ങൾക്കായിട്ട് കൊടുക്കുക, അതിന് പാരവയ്ക്കുക എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല കോവിഡ് കാലത്തൊക്കെ കിടവറാറ് ആശുപത്രി എന്ന് പറയുന്നത് കോവിഡ് കാലത്തൊക്കെ ഉണ്ട്. ഞാൻ ഉൾപ്പെടെ പോയി മരുന്ന് മേടിച്ചിട്ടുള്ള നമുക്കറിയാം. കാരണം ഈ പ്രദേശങ്ങൾ ആ പഞ്ചായത്തിൽപ്പെട്ടൊന്നുമല്ല, വിവിധ പഞ്ചായത്തുകൾ നാടിൻ്റെ നാനാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ കോവിഡ് കാലത്ത് ആശ്രയിച്ചത് ഈ ആശുപത്രിയാണ്. അപ്പോൾ അത് ഭാവിയിലും ഈ ആശുപത്രി വികസിക്കേണ്ടതും ഭയങ്കര ആവശ്യമാണ്, നാടിനാവശ്യമാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇത്രയും കാശ് ഒരു 1.5 കോടി രൂപയൊക്കെ MLA വേറെ ഒരു കാര്യത്തിനും മുടക്കാതെ ഇങ്ങോട്ട് ഈ ആശുപത്രിക്ക് വേണ്ടി കൊടുക്കുന്നത് കൊണ്ടാണല്ലോ. ആ ആശുപത്രിയുടെ ഗൗരവം മനസ്സിലാക്കിയാണ്. അപ്പം അതിനെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടിടത്ത് അതിന് തുറക്കം വെക്കുന്ന രീതിയിലുള്ള സമീപനമായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിങ്ങനെ നിലപാടെടുത്ത് പോകേണ്ടി വരും.